ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രഹ്മാണ്ഡത്തിലെ ഏറ്റവും അതിശയകരമായ കഥകളിലൊന്നാണ്, ഭൂമിയിലെ ഓരോ സ്വർണ്ണ അണുവും എങ്ങനെ രൂപപ്പെട്ടു. ഈ കഥ ഭൂമിയിൽ തുടങ്ങുന്നതല്ല, അത് നക്ഷത്രങ്ങളുടെ മരണത്തിലും ഭീമാകാരമായ താരസംഘർഷങ്ങളിലും ആരംഭിക്കുന്നു. സ്വർണം പോലുള്ള ഭാരമേറിയ മൂലകങ്ങൾ ഭൂമിയിൽ സ്വാഭാവികമായി രൂപപ്പെടുന്നില്ല. ഭൂമിയുടെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ സ്വർണ്ണ അണു സൃഷ്ടിക്കാൻ കഴിയില്ല. കാരണം സ്വർണം ഒരു ആറ്റമിക് ന്യൂക്ലിയസിൽ 79 പ്രോട്ടോണുകളും 118ലധികം ന്യൂട്രോണുകളും ഉള്ള അത്യന്തം ഭാരമുള്ള മൂലകമാണ്. ഇത്തരത്തിലുള്ള ഭാരമേറിയ ന്യൂക്ലിയസ് രൂപപ്പെടുത്താൻ അത്യന്തം അതിവേഗ ന്യൂട്രോൺ കൊളിഷൻ ആവശ്യമാണ്. സാധാരണ നക്ഷത്രങ്ങൾ എന്തു ചെയ്യുന്നു? അവ ഹൈഡ്രജനെ ഹീലിയമാക്കി സംയോജിപ്പിക്കുന്നു. വലിയ നക്ഷത്രങ്ങൾ പിന്നീട് ഹീലിയംനെ കാർബൺ, ഓക്സിജൻ, സിലിക്കോൺ എന്നിങ്ങനെ സംയോജിപ്പിക്കും. ഒടുവിൽ അയൺ വരെ മൂലകങ്ങൾ രൂപപ്പെടും. പക്ഷേ അയണിന് മുകളിലുള്ള മൂലകങ്ങൾ നക്ഷത്രത്തിന്റെ സാധാരണ ആണവ സംയോജനത്തിലൂടെ ഉണ്ടാകില്ല. കാരണം അയണിന് ശേഷം ഫ്യൂഷൻ എനർജി മതിയാവുകയില്ല. അതായത് സ്വർണം പോലുള്ള മൂലകങ്ങൾ രൂപപ്പെടാൻ മറ്റൊരു അത്യന്തം ശക്തമായ സംഭവം ആവശ്യമാണ്. ഇവിടെയാണ് ന്യൂട്രോൺ സ്റ്റാർ കൊളിഷൻ എന്ന സംഭവത്തിന്റെ പ്രാധാന്യം. ഒരു വലിയ നക്ഷത്രം സൂപ്പർനോവ ആയി പൊട്ടിത്തെറിച്ച ശേഷം അതിന്റെ കേന്ദ്രഭാഗം ചുരുങ്ങി ന്യൂട്രോൺ സ്റ്റാർ ആയി മാറാം. ന്യൂട്രോൺ സ്റ്റാർ അത്യന്തം സാന്ദ്രമാണ്. ഒരു ചെറിയ നഗരത്തിന്റെ വലിപ്പത്തിൽ സൂര്യന്റെ ഭാരം അടങ്ങിയിരിക്കും. അതിലെ വസ്തു പ്രധാനമായും ന്യൂട്രോണുകളാണ്. ഇപ്പോൾ രണ്ട് ന്യൂട്രോൺ സ്റ്റാറുകൾ തമ്മിൽ ഗുരുത്വാകർഷണത്തിന്റെ സ്വാധീനത്തിൽ പരസ്പരം ചുറ്റി ഒടുവിൽ കൂട്ടിയിടിക്കുന്നു എന്ന് ചിന്തിക്കൂ. ഈ സംഭവത്തെ കിലോനോവ എന്ന് വിളിക്കുന്നു. ഇത് സൂപ്പർനോവയേക്കാൾ വ്യത്യസ്തമായെങ്കിലും അത്ര തന്നെ ശക്തമായ സംഭവമാണ്. ഇത്തരം സംഘർഷത്തിൽ അത്യന്തം വലിയ അളവിൽ ന്യൂട്രോണുകൾ പുറത്തേക്ക് പുറപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ റാപ്പിഡ് ന്യൂട്രോൺ ക്യാപ്ചർ പ്രോസസ് അഥവാ ആർ പ്രോസസ് നടക്കുന്നു. ഈ ആർ പ്രോസസ്സിൽ അറ്റോമിക് ന്യൂക്ലിയർ വളരെ വേഗത്തിൽ ന്യൂട്രോണുകൾ പിടിച്ചു ഭാരം കൂടുന്നു. പിന്നീട് ഇവ റേഡിയോ ആക്ടിവിറ്റി വഴി ബീറ്റാ ഡിക്കേ നടത്തി പ്രോട്ടോണാക്കി മാറുകയും സ്ഥിരമായ ഭാരമേറിയ മൂലകങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ആർ പ്രോസസ് മുഖേനയാണ് ഗോൾഡ്, പ്ലാറ്റിനം, യുറേനിയം പോലുള്ള മൂലകങ്ങൾ രൂപപ്പെടുന്നത്. 2017 ശാസ്ത്രലോകം ഒരു നിർണായക കണ്ടെത്തൽ നടത്തി. ലീഗോ ഗ്രാവിറ്റേഷണൽ വേവ് ഒബ്സർവറ്ററി രണ്ടു ന്യൂട്രോൺ സ്റ്റാറുകൾ തമ്മിലുള്ള സംഘർഷം കണ്ടെത്തി. ഈ സംഭവത്തെ GW1708117 എന്ന് പേരിട്ടു. അതിനൊപ്പം കണ്ട ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം വിശകലനം ചെയ്തപ്പോൾ ആർ പ്രോസസ് മൂലകങ്ങൾ, പ്രത്യേകിച്ച് സ്വർണം ഉൾപ്പെടെ ഭാരമേറിയ മൂലകങ്ങൾ രൂപപ്പെട്ടതിന്റെ തെളിവുകൾ ലഭിച്ചു. ശാസ്ത്രജ്ഞർ കണക്കുകൂട്ടിയതനുസരിച്ച് ആ ഒറ്റ സംഭവത്തിൽ തന്നെ ഭൂമിയിലെ മുഴുവൻ സ്വർണത്തിന്റെ ഭാരത്തേക്കാൾ പലമടങ്ങ് സ്വർണം രൂപപ്പെട്ടിരിക്കാം. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ഭാരമേറിയ മൂലകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ചിതറിപ്പോയി. പിന്നീട് പുതിയ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും രൂപപ്പെടുമ്പോൾ ആ വസ്തുക്കൾ ചേർന്നു. ഏകദേശം 4.6 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സൗരയൂഥം രൂപപ്പെടുമ്പോൾ മുൻകാല താരസംഘർഷങ്ങളിൽ നിന്നുള്ള സ്വർണവും മറ്റു ഭാരമേറിയ മൂലകങ്ങളും അതിൽ ഉൾപ്പെട്ടു. ഭൂമി രൂപപ്പെടുമ്പോൾ സ്വർണത്തിന്റെ ഭൂരിഭാഗവും ആദ്യഘട്ടത്തിൽ മോൾട്ടൺ എർത്തിൽ ഇരുമ്പിനൊപ്പം കോർ ഭാഗത്തേക്ക് താഴ്ന്നു. പിന്നീട് ആസ്ട്രോയിഡ് ബംബാർഡ്മെന്റ് വഴി ചില സ്വർണം ഭൂമിയുടെ പുറംഭാഗത്തേക്ക് വീണ്ടും എത്തിയിരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നു. ഇന്ന് നാം കാണുന്ന സ്വർണ്ണാഭരണങ്ങൾ, സ്വർണ്ണനാണയങ്ങൾ, സ്വർണ്ണഖനികൾ ഇവ എല്ലാം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ന്യൂട്രോൺ സ്റ്റാർ സംഘർഷങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ഇതിലൊരു വലിയ തിരിച്ചറിവുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഇരുമ്പ് ഒരു പഴയ സൂപ്പർനോവയിൽ നിന്നാണ് വന്നത്. പക്ഷേ നമ്മുടെ മോതിരത്തിലെ സ്വർണം ഒരു ന്യൂട്രോൺ സ്റ്റാർ കൊളിഷനിൽ നിന്നാണ് വന്നത്. അതായത് നാം ലിറ്ററലി സ്റ്റാർഡസ്റ്റ് മാത്രമല്ല, കൊളിഷൻ ഡസ്റ്റ് കൂടിയാണ്. ബ്രഹ്മാണ്ഡത്തിലെ ഏറ്റവും അതിശക്തമായ സംഭവങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ സ്വർണമുണ്ടാകുമായിരുന്നില്ല. നമ്മുടെ ഗ്രഹത്തിന്റെ രാസഘടന തന്നെ വ്യത്യസ്തമായേനെ. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ഒരു സ്വർണ്ണാഭരണം കാണുമ്പോൾ അത് വെറും ഭൂമിയിലെ ഒരു ലോഹമല്ലെന്ന് ഓർക്കൂ. അത് രണ്ടു മരിച്ച നക്ഷത്രങ്ങൾ തമ്മിലുള്ള ഒരു അത്യന്തം ഭീമാകാര സംഘർഷത്തിന്റെ സാക്ഷിയാണ്. സ്വർണത്തിന്റെ യഥാർത്ഥ ജന്മസ്ഥലം ഭൂമിയല്ല, അത് ബ്രഹ്മാണ്ഡത്തിന്റെ അതിർത്തികളിലാണ്.